വൽ ഇമാമുൽ ജായിറു, അക്രമിയായ ഭരണാധികാരി. ഭരണം കിട്ടിയപ്പോൾ പിന്നെ നേരത്തെയുള്ള അവസ്ഥകളൊക്കെ മറന്നു, അക്രമം ചെയ്യാൻ തുടങ്ങി. അതൊരു പഞ്ചായത്തിന്റെ ഭരണമാണെങ്കിലും ഒരു വാർഡിന്റെ ഭരണമാണെങ്കിലും എന്താണോ നേരത്തെ തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, അക്രമം വരുത്താതെ അനീതി വരുത്താതെ പൂർണ്ണമായും ആൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ, നല്ല കാര്യമാണ്, നല്ല കർമ്മമാണ്, ജനങ്ങൾക്കുള്ള നല്ല സേവനമാണ്. നിയ്യത്ത് നന്നാക്കിയാൽ ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ്. അവിടെ അക്രമം ചെയ്താലോ നരകശിക്ഷ ലഭിക്കുന്നതാണ്. അത് ചെറുതും വലുതും ഒക്കെ അങ്ങനെ തന്നെയാണ്. മുദ്മിനുൽ ഖംരി, മൂന്നാമത്തെ വിഭാഗം മദ്യപാനിയാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, മദ്യപാനത്തിന്റെ വിഷയം കുറക്കരുത്. പലരും ഇപ്പൊ ലഹരിക്ക് കടുത്ത എതിർപ്പിലാണ്. ലഹരി പാടില്ല, ലഹരി പാടില്ല. ലഹരിയും മദ്യപാനൊക്കെ ഒരേ അളവിലാണ്. നരകത്ത് പോകുന്നതിൽ രണ്ടും തുല്യമാണ്. അതെ, അങ്ങനൊക്കെ ആണെങ്കിലും ഈ ലഹരിക്ക് അടിമപ്പെടുന്ന വലിയ വിഷയമാണ്. ലഹരി എന്നല്ലേ മദ്യപാനം. ഇവിടെ ഏതൊരാൾക്കും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലും മദ്യപാനികൾക്ക് നല്ല പെർമിറ്റ് ഓൺലൈനിലൂടെ അപേക്ഷിച്ചാൽ വീട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നല്ലേ ഉണ്ടായിരുന്ന നിയമം. എത്ര എളുപ്പമായിരുന്നു. മനുഷ്യന്മാര് സാമഗ്രികൾ വാങ്ങാൻ പുറത്തിറക്കാൻ പാടില്ല. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ അവരൊന്ന് ചെറിയ കുറിപ്പുണ്ടാക്കി ഓൺലൈനിൽ വിട്ടാൽ വീട്ടിലേക്ക് സാധനം എത്തും. അതൊരു ആവശ്യ സാധനമാണല്ലോ, അത് ഒഴിവാക്കാൻ പാടില്ല. ആ രൂപത്തിൽ വ്യാപിച്ചുപോയി മദ്യപാനം. അതിന് അഡിക്റ്റായി കിടക്കുന്ന ആളുകളെ കണ്ടില്ലേ? മുദ്മിനുൽ ഖംർ, അവൻ മദ്യപാനിയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടുന്ന 10 നാലാമത്തെ വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗമാണ്. നാലാമത്തെ വിഭാഗം മാനിഉസ് സകാത്ത് കൊടുക്കാത്തവൻ, സകാത്ത് തടഞ്ഞു വെക്കുന്നവൻ. സകാത്തിന് അർഹതപ്പെട്ട ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കച്ചവടക്കാര് മാത്രമല്ല, പഴയതുപോലെയല്ല. ഇപ്പൊ ഒരു 20കാരന്റെ അക്കൗണ്ടിലും ഒരു വർഷം 2 വർഷമായിട്ട് 2 ലക്ഷവും 3 ലക്ഷമൊക്കെ ഡെപ്പോസിറ്റ് ആണ്. ഉണ്ടായിക്കോട്ടെ, ഞാനിനി ഇതിനൊന്നും പറയുന്നില്ല. പക്ഷേ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. എത്ര കുറവുണ്ടോ? സക്കാത്തിന്റെ കണക്കിന് കാര്യമായ തുകയുണ്ടോ? 595 ഗ്രാം വെള്ളിക്ക് എന്താണോ കാശ് വരുന്നത്, ആ കാശിന്റെ കണക്കനുസരിച്ച് അതൊരു 30,000 31,000 ഉണ്ടാകുള്ളൂ. ആ കണക്കനുസരിച്ചുള്ള സംഖ്യ ഒരു വർഷം ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങളെ കീശയിൽ തന്നെ വേണമെന്നില്ല. നിങ്ങളെ അക്കൗണ്ടിലാണെങ്കിലും മറ്റൊരാളെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തതാണെങ്കിലും കണക്ക് നോക്കിയതിന് സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് തടഞ്ഞു വെക്കുന്നവൻ നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്ന ആളാണ്. ഓനിപ്പുറത്ത് നിസ്കാരമില്ലേ, ആ ഒരു പരിഗണന കിട്ടൂല. അപ്പുറത്ത് വേറൊരു ചെയ്തതില്ലേ, ആ പരിഗണന കിട്ടൂല. സക്കാത്ത് തടഞ്ഞു വെക്കരുത്. 5-ാമത്തെ ആള് ആക്കിലുൽ റിബാ, പലിശ ഭക്ഷിക്കുന്നവനാണ്. 5 ലക്ഷം കിട്ടിയിട്ട് ഡെപ്പോസിറ്റ് ആയി കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. 2 മാസം 3 മാസം കൂടുന്ന സമയത്ത് ലാഭവിഹിതം വാങ്ങുന്നു, പലിശ വാങ്ങിയിട്ട് അങ്ങനെ ജീവിക്കുന്നു. എന്തൊരു ജീവിതമാണ്, എന്തൊരു അപകടം പിടിച്ച ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ യുദ്ധം പ്രഖ്യാപിച്ച വിഷയമല്ലേ അത്? എത്ര ഗൗരവമുള്ള വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഭാഗമല്ലേ? ഫഇല്ലം തഫഅലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി. പലിശ വാങ്ങുന്നതും പലിശക്ക് കൊടുക്കുന്നതും നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തുനിന്നും എതിർപ്പുണ്ട്. അള്ളാഹുവും റസൂലും ഒരാളെ എതിരാളിയായാൽ പിന്നെ അയാൾ എവിടെ നിന്ന് ജയിക്കാനാ? അതേ, ദുനിയാവുന്നയാൾ നല്ലക്ക് ജീവിക്കുന്നില്ലേ? ദുനിയാവിൽ അള്ളാഹിനെ വിശ്വസിക്കാത്ത ആൾക്കും അള്ളാഹ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് അള്ളാഹ് റഹ്മാനായത് കൊണ്ടാണ്. തീരെ വിശ്വസിക്കാത്ത ആൾക്കും ദീനിനെ എതിർക്കുന്ന എതിരാളിക്കും അള്ളാഹു ഇല്ല എന്ന് പറയുന്ന യുക്തിവാദിക്കും അള്ളാഹ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതല്ല റഹ്മാനായത് കൊണ്ടാണ്. പക്ഷേ ആഖിറത്തിൽ ജയിക്കുമോ? ഇല്ല. മരിക്കുന്ന നേരത്ത് ജയിക്കുമോ? ഇല്ല. പലിശ ഭക്ഷിക്കുന്ന മനുഷ്യനോട് അല്ലാഹു തആല ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ യുദ്ധം പ്രഖ്യാപിച്ചത് കൊണ്ട് ഈമാന് കിട്ടാതെ അയാൾ മരിച്ചു പോകുമെന്നാണ് ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പലിശയിൽ നിന്ന് കഴിവിന്റെ പരമാവധി ഒഴിവാകണം. എല്ലാ രംഗങ്ങളിലും സാർവത്രികമായി വല വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പന്നനെ കിട്ടിയാൽ ഇത്ര ശതമാനം പലിശ തരാം, നിങ്ങളെ കാശ് നിക്ഷേപിക്കൂ. എത്ര പരസ്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, എത്ര ആളുകളെയാണ് മെമ്പർമാരാക്കിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇങ്ങനെ ഈ സംഗതികളൊക്കെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഉസ്താദെ പറ്റൂലെങ്കിൽ നിങ്ങളെ ആൾക്കാരൊക്കെ റമദാനിൽ സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി വരെ ബാക്കി പലിശ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകാണ്. ടൈം എടുത്തിട്ടാണ് സക്കാത്ത് വരെ കൊടുക്കുന്നത്. നല്ല അള്ളാഹ് സ്വീകരിക്കണ നല്ല മുതലല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പേടിക്കേണ്ട ഒന്നാണ്. ആരെയും വലവീശാം, ആരെയും സമീപിക്കാം. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം നല്ല കമ്പനിയിൽ ജോലിയുള്ള ആളാണ്, വിദേശത്ത്. അയാളെ കയ്യിൽ നല്ല കാശുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നാട്ടിലെത്തിയ ഉടനെ തന്നെ 2-3 ആളുകൾ വന്നു. ഈ 2-3 ആളുകൾ 3 തരം ആൾക്കാരാണ്. എല്ലാവരും ലാഭം പറയണത് പലിശന്റെ വിഹിതം നല്ല കട്ടിയിലും കനത്തിനും. നിങ്ങൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അതിൽ 3ാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാണെങ്കിൽ ആ വിഹിതം ഇതിലില്ല, സംഗതി നിങ്ങൾക്കൊക്കെ ഹലാലാകുന്ന രീതിയിലെ കച്ചവടമാണ്. അയാൾ മുസ്ലിം അല്ലെങ്കിലും ഹലാൽ എന്നുള്ള സാർവത്രികമായിട്ട് എല്ലാവരും പഠിച്ചല്ലോ. വക്കീൽ എന്ന് പറയും പോലെ അതേ രൂപത്തിൽ പഠിച്ചൊരു ഭാഷയാണ് ഹലാൽ എന്ന്. നമുക്ക് ഹലാലാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സംഗതി ഇതിന് ആ ഒരു വകുപ്പുണ്ടോ? ആ ഒരു വകുപ്പുണ്ട്, അത് നിങ്ങൾക്ക് തരണ്ടെന്ന് വെച്ചാ പോരെ. കണ്ടാ, അപ്പോൾ ആ ഒരു വകുപ്പുണ്ട്, അത് വേറെ വഴിക്ക് പോകും, അല്ലെങ്കിൽ വേറുള്ളവർ ഉപയോഗിക്കും. അതിന് ഇയാൾ സഹായിക്കണം. കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്, വളരെ പേടിപ്പെടുത്തുന്ന ഒരു മേഖലയാണ്. നല്ല 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 ആൾക്കാരൊക്കെ പെട്ടുപോകുന്ന, കുടുങ്ങിപ്പോകുന്ന ഒരു മേഖലയാണത്. കാരണം 15 ലക്ഷം ഒരു 3 സെന്റ് വിറ്റ് 15-20 ലക്ഷം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു മകന്റെ ഒത്താശം വേണ്ട, ഒരു ഭാര്യന്റെ ഒത്താശം വേണ്ട, ഒരു അയൽക്കാരന്റെ ഒത്താശം വേണ്ട, ഒരു കൂട്ടുകാരന്റെ ഒത്താശം വേണ്ട, സ്വസ്ഥമായിട്ട് ജീവിക്കാലോ എന്നാണ് ഒരാൾ കരുതി പോകുന്നത്. അങ്ങനെ കരുതരുത്. ജീവിക്കാൻ ഉപയോഗിക്കുന്ന വിഹിതം എപ്പോഴും കഴിവിന്റെ പരമാവധി അത് ഹലാലാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളൊരു ബാധ്യതയാണ്. തീർത്തും ഒരു ഇഞ്ച് പോലും, ഒരു അംശം പോലും ഹലാലല്ലാണ് 100% ഉറപ്പാണ്. ആ രീതിയിൽ ഉള്ള സാമ്പത്തിക ക്രയവിക്രയം നടത്തരുത്. അപകടമാണ്. നരകത്തിൽ പോകുന്ന 10 ആളുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണിയത്.